ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് നമുക്ക് നല്ല കുറുകുറാന്നിരിക്കുന്ന ഒരു വെജ് കുറുമ ഉണ്ടാക്കി നോക്കിയാലോ. അപ്പം, ഇടിയപ്പം, പുട്ട്, നാൻ എല്ലാത്തിനും ഇതൊരു കോമ്പിനേഷനാണേ. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമുക്കിത് ടേസ്റ്റിയും ഹെൽത്തിയുമായി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാമേ. അതിനായിട്ട് കുക്കറിലേക്ക് 2 ഇടത്തരം സൈസിലുള്ള ഉരുളക്കിഴങ്ങും ഒരു വലിയ ക്യാരറ്റും ഒരു പിടി ബീൻസ് ഒരു 5-8 എണ്ണം കാണുമേ എല്ലാം കുറച്ച് വലിയ സൈസിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതിലേക്കൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാമേ. കൂടുതൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്കിനി കുക്കർ അടച്ച് ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നിടം വരെ വേവിച്ചു കൊടുക്കാം. കൂടുതൽ വെന്തു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണമേ. ഇനി മിക്സിയുടെ ജാറിലേക്ക് 2 പിടി തേങ്ങ ചിരവിയതും 1 പിടി കാഷ്യൂനട്ട് കുതിരാൻ വച്ചിരുന്നതും 1 സ്പൂൺ കഷ്കശ് കുതിർന്നതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 സ്പൂൺ പെരിഞ്ജീരകം കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നമുക്ക് നല്ല മഷി പോലെ അരച്ചെടുക്കണം. ഒട്ടും തരി പാടില്ല, അതുപോലെ നന്നായി അരച്ചെടുക്കണമേ. കുക്കറിൻ്റെ മൂടി തുറന്നപ്പോൾ കഷ്ണങ്ങളെല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട് കേട്ടോ. ഒന്നും ഉടഞ്ഞു പോയിട്ടുമില്ല. ഈ ഒരു പരുവത്തിൽ കഷ്ണങ്ങൾ ഇരിക്കണം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഞാനിവിടെ കുറച്ച് കോളിഫ്ലവർ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഫ്ലവർ മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. കുറച്ച് നേരത്തേക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഒന്ന് ഫ്രൈ ആയതിന് ശേഷം നമുക്കത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാമേ. അതിലേക്ക് തന്നെ കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 2-3 ഏലക്കയും ഒരു 2 ഗ്രാമ്പുവും 2 കഷ്ണം കറുവപ്പട്ടയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓവറായിട്ട് ഇതിന് മസാലകളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാളയും നന്നായി ഒന്ന് വാടണമേ. അതിലേക്ക് തന്നെ ഒരു 5-6 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളകിൻ്റെ എരിവാണ് ഇതിന് കിട്ടുന്നത് കേട്ടോ. കൂടുതൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം നമുക്കൊന്നും കൂടെ വഴറ്റി കൊടുക്കാം. സവാള അത്യാവശ്യം ഒന്ന് വാടി വരണം. അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാമേ. 2 മിനിറ്റ് നേരം അടച്ച് വയ്ക്കാം. തുറന്നു കഴിയുമ്പോൾ അത്യാവശ്യം എല്ലാം വാടിയിരിക്കും. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് മട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് ഇളക്കി അടച്ചു കൊടുക്കുമ്പോഴേക്കും വേവുമേ. അതിലേക്ക് നമുക്ക് ചെറിയ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. പൊടികളൊന്നും മൂക്കത്തക്ക വിധം ഇളക്കി കൊടുക്കാം. അതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ കൂടി ചേർക്കാം. എല്ലാം ഉടഞ്ഞു പോകാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കാമേ. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് കുറച്ച് നേരത്തേക്ക് അടച്ചു വയ്ക്കാം. എല്ലാം കൂടെ ഒന്ന് യോജിക്കണമേ, അതിനായിട്ടാണ്. അതിലേക്ക് നമുക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാമേ. ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കണം. ഈ സമയം എല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാമേ. ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം കേട്ടോ. ചാറൊക്കെ ഒന്ന് കുറുകി വരാനായിട്ട് നമുക്ക് കുറച്ച് സമയം കൂടി അടച്ചു വയ്ക്കാം. കാഷ്യൂനട്ടും കഷ്കശും ഒക്കെ നമ്മൾ ചേർത്തതല്ലേ, അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് വെന്ത് കുറുകണം. 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. പട്ടയുടെയും ഗ്രാമ്പുവിൻ്റെയും ഏലക്കയുടെയും ഒക്കെ നല്ല മണമാണ് കേട്ടോ വരുന്നത്. നമുക്ക് 1 പിടി മല്ലിയില കൂടി തൂകി വാങ്ങാം. കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഗ്രേവി കൂടുതൽ തിക്കായിട്ടുണ്ടെങ്കിൽ സ്വല്പം തിളച്ച വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലിരിക്കണമേ. ആറിക്കഴിയുമ്പോൾ അതൊന്നുകൂടി കുറുകും. നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കുറുമയാണ് ഇത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ.